അങ്ങനെ വയനാട് ലോക്സഭാ മണ്ഡലം മറ്റൊരു തിരഞ്ഞെടുപ്പിന് കൂടി സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ തുടരാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ തീരുമാനമായതോടെ ഉപതിരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാകും ഇനി വയനാട്. രാഹുലിന് പകരം പ്രിയങ്കയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യവുമായി പ്രവർത്തകർ രംഗത്തുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് ആവേശം കഴിഞ്ഞിരിക്കുന്ന വയനാട് ജനത അധികം വൈകാതെ മറ്റൊരു വോട്ടെടുപ്പിന് കൂടി സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. രാഹുൽ ഗാന്ധി റായ്ബറേലി എം പി സ്ഥാനത്ത് തുടരണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ തീരുമാനമായതോടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ. ഇനി പ്രിയങ്കയെ മത്സരിപ്പിക്കട്ടെ എന്നാണ് പ്രവർത്തകരുടെ ആഗ്രഹം. അമേഠി കഴിഞ്ഞ തവണ കൈവിട്ടതിന്റെ ദുരനുഭവമുള്ള രാഹുൽ ഇത്തവണ റായ്ബറേലിയിലും വയനാട്ടിലും വലിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചു കയറിയത്. എന്നാൽ വയനാടും റായ്ബറേലിയും ജയിച്ചാൽ വയനാട് ഒഴിയാനാകും സാധ്യതയെന്ന നേരത്തെ തന്നെ സൂചനകൾ ശക്തമായിരുന്നു. രാഹുൽ തങ്ങളുടെ എം പി ആണെന്നത് വോട്ടർമാർക്ക് ആവേശമുണ്ടാക്കുന്ന കാര്യമാണെങ്കിലും കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗ തീരുമാനം വച്ച് രാഹുൽ വയനാട് എം പി സ്ഥാനം ഒഴിയും. റായ്ബറേലിയിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ മണ്ഡലം നഷ്ടമാവുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട്. ഉത്തർപ്രദേശിൽ ശക്തമായ തിരിച്ചുവരവ് ഇന്ത്യ സഖ്യം നടത്തിയ സാഹചര്യത്തിൽ റായ്ബറേലി ഒഴിയുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന ആശങ്കയും സഖ്യത്തിനുണ്ട്. അങ്ങനെയാണ് റായ്ബറേലിയിൽ തുടരണമെന്ന് കോൺഗ്രസ് തീരുമാനിച്ചത്. പകരം വയനാട്ടിൽ പ്രിയങ്ക മത്സരിക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ഉയരുന്നുണ്ടെങ്കിലും മത്സരിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ തൃശൂരിലെ പരാജയത്തെ തുടർന്ന് ഇടഞ്ഞു നിൽക്കുന്ന കെ മുരളീധരനെ വയനാട്ടിലെത്തിക്കാനാകും സംസ്ഥാന ഘടകത്തിന്റെ തീരുമാനം. 2019 രാഹുൽ ഗാന്ധി വയനാട് എം പിയാകുന്നത്. വയനാടിന് പുറമെ അമേഠിയിലും മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 2004 മുതൽ 2024 വരെയുള്ള തുടർച്ചയായ 20 വർഷം റായ്ബറേലിയെ പ്രതിനിധീകരിച്ച സോണിയാഗാന്ധി ഇക്കുറി മത്സര രംഗത്ത് നിന്ന് പിന്മാറിയതിനെ തുടർന്നാണ് രാഹുൽ റായ്ബറേലിയിലും മത്സരിച്ചത്. 3 ലക്ഷത്തിന് മുകളിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ രണ്ടിടത്തും രാഹുൽ ജയിച്ചു കയറി. UDF ശക്തമായ വേരോട്ടമുള്ള മണ്ഡലമാണ് വയനാട്. മണ്ഡല രൂപീകരണത്തിന് ശേഷം നാളിതുവരെ തോറ്റിട്ടില്ല. MI ഷാനവാസിന് ശേഷം 2019 വയനാട്ടിലെത്തിയ രാഹുൽ 4.5 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞവട്ടം വിജയിച്ചത്. ഇക്കുറി 3,64,422 വോട്ടിന്റെ ഭൂരിപക്ഷവും 59.69% വോട്ട്. രാഹുലിന്റെ ഭൂരിപക്ഷം കുറയാൻ ഇരട്ട സ്ഥാനാർത്ഥിത്വവും പ്രാദേശിക വിഷയങ്ങളും കാരണമായെങ്കിലും പ്രിയങ്ക ഗാന്ധി വന്നാൽ രാഹുൽ പോയ നിരാശ മറികടക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതീക്ഷ. ന്യൂസ് മലയാളം, വയനാട്.